12 ദിന യുദ്ധത്തിന്റെ ആരംഭത്തിൽ തന്നെ പ്രിസിഷൻ അറ്റാക്കിലൂടെ ഇറാന്റെ സൈനിക തലവന്മാരെയും ആണവ ശാസ്ത്രജ്ഞരെയും വകവരുത്തുന്നുണ്ട് ഇസ്രായേൽ. ഇസ്രായേൽ ആക്രമണമുണ്ടായ മറ്റൊരു പ്രഹരത്തെക്കാളും ഇറാന് ഏറ്റവും വലിയ ഞെട്ടലുണ്ടാക്കിയത് ആ നീക്കമായിരുന്നു. സൈനിക തലവന്മാരെ തിരഞ്ഞുപിടിച്ച് അവർ താമസിച്ച കേന്ദ്രങ്ങളെ കൃത്യമായി ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് അന്ന് നടന്നത്. എങ്ങനെ ഇത്രയും കൃത്യതയോടെ ഇസ്രായേൽ ആ ഓപ്പറേഷൻ നടത്തിയെന്നത് ഇറാനെ മാത്രമല്ല ലോകത്തെയും അതിശയിപ്പിച്ചിരുന്നു. ആ കൗതുകങ്ങൾക്കെല്ലാം വ്യക്തത നൽകുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസ്രായേൽ അനുകൂല മാധ്യമമായ ഇറാൻ ഇന്റർനാഷണൽ ആണ് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ആ രഹസ്യ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. DNA സാമ്പിളുകളും വ്യാജ ഫോൺ കോളുകളും ചാരന്മാരെയുമെല്ലാം ഉപയോഗിച്ചായിരുന്നു ഇസ്രായേൽ ആ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കിയതെന്നാണ് വെളിപ്പെടുത്തൽ. റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. വ്യാജ ഫോൺ കോളുകളും രഹസ്യ വിവരങ്ങൾ ചോർത്തലുമായിരുന്നു ഒന്നാമത്തെ ആയുധം. ഇറാൻ വിപ്ലവ ഗാർഡ് IRGCയുടെ കമാൻഡർ ഹുസൈൻ സലാമിയാണ് യുദ്ധത്തിൽ ഇറാന് നഷ്ടമായ ഏറ്റവും തലമുതിർന്ന വ്യക്തിത്വം. രഹസ്യ വിവരങ്ങൾ വ്യാജമായി ചോർത്തി ചതിയിൽപ്പെടുത്തിയായിരുന്നു സലാമിയെ വകവരുത്തിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കമാൻഡറുമായി അടുപ്പമുള്ള ഒരു മൊസാദ് ഏജന്റിനെയാണ് ഇതിനായി അവർ ഉപയോഗിച്ചത്. ഇയാൾ മുഖേന ഇസ്രായേൽ തങ്ങളുടെ ആക്രമണ തീയതി സലാമിക്ക് ചോർത്തി നൽകി. ആക്രമണത്തിൽ നിന്ന് സുരക്ഷിതരായിരിക്കാനായി ഒരു പ്രത്യേക സ്ഥലത്തേക്ക് അദ്ദേഹത്തെ എത്തിക്കുകയും ചെയ്തു. കൃത്യമായി ഈ സ്ഥലം ലക്ഷ്യമാക്കി ഇസ്രായേൽ മിസൈലുകൾ അയക്കുകയും അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയുമാണ് ചെയ്തതെന്ന് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ തന്ത്രം വ്യാജ ഫോൺ കോളുകളായിരുന്നു. ഈ ചതിയിൽ വീണാണ് വിപ്ലവ ഗാർഡിന്റെ വ്യോമസേനാ തലവൻ അമീർ അലി ഹാജിസാദ കൊല്ലപ്പെടുന്നത്. അടിയന്തര സുരക്ഷാ യോഗം എന്ന് പറഞ്ഞ് ഹാജിസാദയ്ക്കും സഹ കമാൻഡർമാർക്കും ഒരു ഫോൺ കോൾ എത്തി. യോഗം നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ് ഒരു കെട്ടിടത്തിലേക്ക് എല്ലാവരോടും എത്താനും നിർദ്ദേശിച്ചു. അവരെ വീഴ്ത്താൻ മാത്രം വിദഗ്ധമായിരുന്നു ആ വ്യാജ ഫോൺ കോൾ. നിർദ്ദേശം അനുസരിച്ച് പറയപ്പെട്ട സ്ഥലത്ത് വ്യോമസേനാ തലവനും കമാൻഡർമാരും എത്തുന്നു. പിന്നാലെ ഒറ്റ മിസൈൽ അയച്ച് എല്ലാവരെയും വകവരുത്തുകയായിരുന്നു ചെയ്തത്. DNA സാമ്പിൾ ചോർത്തിയും കൃത്രിമ ബുദ്ധിയും സൈബർ ആക്രമണവും എല്ലാം സമന്വയിപ്പിച്ചായിരുന്നു ഇറാന്റെ യുദ്ധകാല കമാൻഡ് ആസ്ഥാനത്തിന്റെ തലവനെ കൊല്ലുന്നത്. ഖാത്തമുൽ അംബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് മേധാവി ഗുലാം റാഷിദിനെ ജൂലൈ 13 ആക്രമണത്തിൽ തന്നെ വകവരുത്തുന്നുണ്ട് ഇസ്രായേൽ. എന്നാൽ തൊട്ടടുത്ത ദിവസം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയെ കൊല്ലപ്പെട്ട സൈനിക തലവന്മാരുടെ പകരക്കാരെ നിശ്ചയിച്ചിരുന്നു. അലി ഷാദ്മാനിക്കായിരുന്നു ഖാത്തമുൽ അംബിയ ആസ്ഥാനത്തിന്റെ ചുമതല നൽകിയത്. എന്നാൽ അതീവ സങ്കീർണമായ ഓപ്പറേഷനിലൂടെ അദ്ദേഹത്തെയും ഇസ്രായേൽ വകവരുത്തി. ഷാദ്മാനിയുടെ DNA സാമ്പിൾ ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ ശേഖരിക്കുകയാണ് മൊസാദ് ആദ്യം ചെയ്തത്. തുടർന്ന് AI ഉപയോഗിച്ച് മുഖം തിരിച്ചറിയലും ജനിതക പ്രൊഫൈലിംഗും നടത്തി. അങ്ങനെ ഷാദ്മാനിയെ കണ്ടെത്തി. തെഹ്റാൻ നഗരത്തിലെ സുരക്ഷാ ക്യാമറകളിൽ മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്ത് ഷാദ്മാനിയുടെ സഞ്ചാരം നിരീക്ഷിച്ചു. ഒടുവിൽ സഫ്രാനിയ ജില്ലയിൽ വെച്ച് ഒരു ഡ്രോൺ ആക്രമണത്തിലൂടെ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു. IRGC ഇന്റലിജൻസ് മേധാവി മുഹമ്മദ് ഖാസിമിയും 2 മുതിർന്ന ഉദ്യോഗസ്ഥരും മറ്റൊരു ചതിയിലൂടെയാണ് കൊല്ലപ്പെടുന്നത്. ഒരു മൊസാദ് ഏജന്റ് വഴി അവരെ സുരക്ഷിത കേന്ദ്രം എന്ന് പറഞ്ഞ് തെഹ്റാനിലെ കുർദ് ബാച്ചയിലെ ഒരു വീട്ടിലേക്ക് എത്തിച്ചു. തൊട്ടടുത്തായി ഒരു കിൻഡർ ഗാർഡൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കേന്ദ്രം ഒഴിവാകുന്നത് വരെ കാത്തിരുന്ന് മിസൈൽ ആക്രമണം നടത്തി 3 പേരെയും വകവരുത്തുകയായിരുന്നു ഇസ്രായേൽ ചെയ്തതെന്നും റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഇറാനിൽ മൊസാദ് നിരവധി ഡ്രോൺ താവളങ്ങളും രഹസ്യ കേന്ദ്രങ്ങളും ആരംഭിച്ചതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ കേന്ദ്രങ്ങൾ താവളമാക്കിയും ഇറാനികളായ ചാരന്മാരെ ഉപയോഗിച്ചുമാണ് ഇസ്രായേൽ അപ്രതീക്ഷിത ആക്രമണം നടത്തിയതെന്നായിരുന്നു റിപ്പോർട്ട്. 12 ദിവസത്തിനിടെ 20,000-ഓളം സൈബർ ആക്രമണങ്ങൾ നടന്നതായി കഴിഞ്ഞ ദിവസം ഇറാൻ ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങൾക്ക് പിറകെയാണ് സൈനിക തലവന്മാരെ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നത്. വെടിനിർത്തലിന് പിന്നാലെ ഇന്റലിജൻസ് സംവിധാനം ശക്തമാക്കാനുള്ള നടപടികൾ ഇറാൻ ആരംഭിച്ചിട്ടുണ്ട്. 1000-ലധികം മൊസാദ് ചാരന്മാരെ ദിവസങ്ങൾക്കകം ഇറാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. കുറ്റം തെളിഞ്ഞ ചിലർക്ക് വധശിക്ഷ നൽകുകയും ചെയ്തിരുന്നു.